കാണക്കാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണക്കാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. കാണക്കാരി പഞ്ചായത്തിലെ കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ കാണക്കാരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ റീടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക, അണഞ്ഞുപോയ വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുക, പഞ്ചായത്തിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പട്ടർമഠം പദ്ധതിയുടെ ഭാഗമായി 4-ാം വാർഡിൽ പണി പൂർത്തിയാക്കിയ കുടിവെള്ള ടാങ്ക് കമ്മീഷൻ ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക, അന്യായമായി വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കുക, സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക, പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കാണക്കാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM സെബാസ്റ്റ്യൻ കടുവാക്കുഴിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം DCC മുൻ പ്രസിഡന്റും KPCC നിർവാഹക അംഗവുമായ അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. ജോയി ജോർജ് കൈതക്കൽ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് DCC എക്സിക്യൂട്ടീവ് മെമ്പർ ബേബി തൊണ്ടാംകുഴി, KSU സംസ്ഥാന കൺവീനർ സെബാസ്റ്റ്യൻ ജോയ്, പഞ്ചായത്ത് മെമ്പർമാരായ V സാംകുമാർ, തമ്പി ജോസഫ് കാവുംപറമ്പിൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PJ മൈക്കിൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK അമ്മിണി, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PC ജോസഫ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സക്കറിയാസ് സേവ്യർ, PU മാത്യു, രാജു ജോസഫ് പിച്ചകശ്ശേരിയിൽ, മനോജ് ഇടപ്പാട്ടിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ റെജി ജോസഫ് കുറ്റിയാനിയിൽ, മുരളി വേങ്ങത്ത്, ഷൈജു കല്ലളയിൽ, സന്തോഷ് വില്ലനശ്ശേരിൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK തോമസ് നന്ദിയും പറഞ്ഞു. കാണക്കാരി പഞ്ചായത്തിലെ MC റോഡിനെ പറ്റിയോ അല്ലെങ്കിൽ PW റോഡുകളെ പറ്റിയോ കൂടുതലായി ഞാൻ പറയുന്നില്ല. നമ്മൾക്കറിയാം, വെമ്പള്ളി തെക്കേ കവലയിൽ നിന്നും ഉമ്മണ്ണൂർക്ക് പോകുന്ന ഒരു റോഡ്. ആ റോഡിൽ ഇപ്പോഴാകുമ്പം ആ 2-ാം വാർഡിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം, നടന്നു പോയെന്നാൽ ഒരാളിറങ്ങി നിന്നാൽ കാണത്തില്ലാത്ത രീതിയിലാണ് കുഴി കിടക്കുന്നത്. വെള്ളമുള്ള സമയത്താണെങ്കിൽ അതിൻ്റെ അകത്ത് മുങ്ങിച്ചെത്തും. അതുപോലെയുള്ള കുഴിയാണ്. ആ റോഡിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി BMVC നിലവാരത്തിൽ ആ റോഡ് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട UDFന്റെ MLA 7 കോടി രൂപ അനുവദിച്ചു. ബഹുമാനപ്പെട്ട UDFന്റെ MLA 7 കോടി രൂപ അനുവദിച്ചതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ കുത്തിയിരിക്കുന്ന കക്ഷികളുടെ നേതാക്കന്മാർ i4 ന്യൂസ് ഏറ്റുമാനൂർ.